ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻമുട്ട വെച്ചിട്ടുള്ള കറിയാണ്. നമ്മുടെ നാട്ടിലിവിടെ മീൻമുട്ടയ്ക്ക് പറയുന്നത് പഞ്ഞീനാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചട്ടി വെക്കുക. ചട്ടി വെച്ചിട്ട് അത് ചൂടാകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഇട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ചീരുള്ളി ഇട്ട് കൊടുക്കുക. ചീരുള്ളി എന്ന് പറഞ്ഞാൽ ചുവന്ന ഉള്ളി കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി, അപ്പോൾ ആ ചീരുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം അത് മൂക്കുന്നത് വരെ നമുക്കൊന്ന് കാത്തു നിൽക്കാം. അപ്പോൾ അതൊരു ബ്രൗണിഷ് കളറാകുന്നത് വരെയാണ് നമ്മളത് കാത്തു നിൽക്കേണ്ടത്. അപ്പോൾ പഞ്ഞീനിപ്പോൾ നമുക്ക് കിട്ടിയത് ബാവ കൊണ്ടുവന്നതാണ്. കുഞ്ഞുമോന് കണ്ടപ്പോഴൊരു പൂതി, അപ്പോൾ അങ്ങനെ ബാവ കൊണ്ടുവന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പഞ്ഞീനിൻ്റെ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചീരുള്ളി ചൂടായി വന്നിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് എന്തിട്ടു, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അത് ആദ്യം ഇവിടെ അരച്ച് വെച്ചതുകൊണ്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നമ്മളത് ആദ്യം ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ചീരുള്ളി ആ ചീരുള്ളിയിൽ കിടന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉമ്മേനെ ഉണ്ടാക്കുന്നത്, ഉമ്മക്ക് എന്ത് വേണ്ട, ഉമ്മക്കിങ്ങനെ കൈ കണക്കാണ് ഇടല്. സാധാരണ ഉമ്മൊക്കെ കൈ കണക്കാണ് ചെയ്യല്. ഉമ്മക്കങ്ങനെ അളവുകളൊന്നും ആവശ്യമില്ല. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മക്ക് തോന്നുമ്പോഴാണ് ഉമ്മ ഇളക്കലൊക്കെ. ഉമ്മ ഇളക്കിയിട്ട് അതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് നമ്മളെന്ത് ചെയ്യുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൈക്കന്ന് മല്ലിപ്പൊടീൻ്റെ മൂടിയൊക്കെ അവിടെ അടുപ്പിൻ്റെ അവിടെ ചാടിയിട്ടുണ്ട്. അടുപ്പിൻ്റെ ഉള്ളിലേക്കാളും ചൂടാണ് അടുപ്പിൻ്റെ പുറത്തിട്ട്. അപ്പോൾ പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ അത് ഉരുകി പോകും. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ഇട്ടുകൊണ്ട് പിന്നെ നമ്മളിവിടെ മുളകും പൊടി ഇടുന്നില്ല, പിന്നെ ഇടുന്നത് കുരുമുളകും പൊടിയാണ്. അപ്പോൾ 2 സ്പൂൺ കുരുമുളകും പൊടി ഇടുന്നുണ്ട്. നമുക്ക് പനി ആയതുകൊണ്ട് തന്നെ കുറച്ച് എരിവും പുളിയൊക്കെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ 2 സ്പൂണൊക്കെ ഇടണം. സാധാരണ ഇവിടെ 1 സ്പൂണൊക്കെ ഇടലുള്ളൂ. പിന്നെ ഇന്നിപ്പോൾ പനി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് എരിവും പുളിയുടെ ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് കുരുമുളക് നമ്മൾ 2 സ്പൂണൊക്കെ ഇടുന്നത്. അപ്പോൾ 2 സ്പൂൺ ഇട്ട് എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ഞീനിട്ട് കൊടുത്തു. ഇനി ആ പഞ്ഞീനിട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് അത് ആ മസാലയൊക്കെ ആ പഞ്ഞീനിക്ക് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ എന്തിനൊക്കെ പോയിക്കുന്നത്, ഞാനാണത് ഇളക്കി കൊടുക്കുന്നത്. അമ്മ വേറെ ഒന്നുമല്ല പോയിക്കുന്നത്, ഉപ്പെടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോയിക്കുന്നത്. ഉപ്പെടുത്ത് കൊണ്ട് കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. അമ്മക്ക് കല്ലുപ്പാണ് ഒന്നും കൂടെ ഒരു ഇതുള്ളത്, സുഖമായിട്ടുള്ളത്. അമ്മക്ക് അതിലാണ് ഒന്നുകൂടെ കണക്കൊക്കെ വരുന്നത്. അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ അമ്മ വേറെ പണിക്കൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ചോറ് ഊറ്റാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ ചോറ് ഊറ്റുന്നുണ്ട്. പിന്നെ വേറെ പണികൾ എന്തൊക്കെയോ പണികളുണ്ട്. പിന്നെ എന്ത് ചെയ്ത് വെച്ചാൽ നമ്മൾ പഞ്ഞീനെ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മളിങ്ങനെ നോക്കി, അപ്പോൾ തീ നല്ലോണം ഏറിയതുകൊണ്ട് അതിങ്ങനെ ഒരു ചെറിയൊരു ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഡ്രൈനെ നമുക്ക് വേണ്ടത്, പക്ഷേ ഈ പഞ്ഞീന് വേവാനൊരു ഇത് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം, അതായത് ഒരു പാകത്തിന് കുറച്ച് വെള്ളം നമ്മൾ പാർന്ന് കൊടുത്തു. അതിൽ ഇവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് പിന്നെ അതെന്ത് ചെയ്യുക, മൂടി വെച്ച് വേവിക്കാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി വെച്ച് വേവിക്കണം. നല്ല ആവി വരുന്നുണ്ട്, അതിന് നല്ല സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം അടച്ച് വെച്ച് വേവിച്ചുകൊണ്ട് അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ടുള്ള ഈ ഒരു രൂപത്തിലാവുമ്പോഴാണ് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഞാനാണ് ഇളക്കുന്നത്. എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ, അതിന് വേണ്ടി നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ എങ്ങനെയാണ് കഴിക്കാനെന്ന് അറിയില്ല കേട്ടോ. എല്ലാവരും